ഹലോ നമസ്കാരം. എല്ലാവർക്കും നല്ലത് മാത്രം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ടാലിയിൽ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് 3 ടോപ്പിക്കുകളാണ്. ഒന്ന് ഓപ്പണിംഗ് ക്വാണ്ടിറ്റി എങ്ങനെ ചെയ്യാം, പിന്നെ അഡീഷണൽ എക്സ്പെൻസ്, പിന്നെ ക്യാഷ് ഡിസ്കൗണ്ട്. ഇങ്ങനെ 3 ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ തരുന്ന വീഡിയോസ്, എൻ്റെ മുമ്പത്തെ വീഡിയോസ് എല്ലാം കണ്ടവർക്ക് മനസ്സിലാകാൻ പറ്റും. ഓരോരോ പ്രോബ്ലം, അതായത് ഓരോരോ സമ്മായിട്ടാണ് ഞാൻ തരുന്നത്. ഈ ഓരോ സമ്മും നിങ്ങൾ കറക്റ്റായി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു 15 to 20 ഇടയിൽ സമ്മ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇത്രയും സമ്മ് നിങ്ങൾ കറക്റ്റായി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും അക്കൗണ്ട്സ് ഒന്നും അറിയാത്ത ഒരാളാണെങ്കിലും ടാലി ഒന്നും അറിയാത്ത ആളാണെങ്കിലും ഒരു 90% അക്യുറസി എന്തായാലും നിങ്ങൾക്ക് ഇതിൽ കിട്ടും എന്ന് ഞാൻ ഗ്യാരണ്ടി തരികയാണ്. പിന്നെ നന്നായി അക്കൗണ്ട്സ് അറിയുന്ന ഒരാൾ, ടാലി അറിയുന്ന ഒരാളാണെങ്കിൽ 100% ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ അക്യുറസി കിട്ടും എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തുടർന്നുള്ള വീഡിയോസും ഇതുപോലെ നിങ്ങൾ തന്ന ഇതുപോലെയുള്ള സപ്പോർട്ടോടുകൂടെ നിങ്ങൾ കാണുക. അത് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ഫുൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങളെല്ലാവരെയും നൗഫൽ KM ഗൂഡല്ലൂർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്നത് പോലെ നമുക്ക് ആദ്യം ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ടാലി ഓപ്പൺ ചെയ്യുകയാണ്. ടാലി ERP9 പുതിയ GST വേർഷനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ ചെയ്യണം എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന എല്ലാ ഓപ്ഷൻസും കറക്റ്റായി വരികയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എഡ്യൂക്കേഷൻ മോഡ് ആയതുകൊണ്ട് വർക്ക് ഇൻ എഡ്യൂക്കേഷൻ മോഡ് അത് നമ്മൾ ചൂസ് ചെയ്യാം. സാധാരണ ഞാൻ കമ്പനി ക്രിയേറ്റ് ചെയ്ത് എൻ്റർ ചെയ്ത് അങ്ങനെ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നൊന്നും കാണിക്കാറില്ല. ഒരു ഫസ്റ്റ് 2 സമ്മിന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്നും കൂടെ കാണിച്ചു തരുന്നതെന്നുള്ളൂ. അപ്പോൾ കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അറിയാമല്ലോ, നമ്മൾ Alt F3 കൊടുക്കുക. അതിൽ നമ്മൾ ക്രിയേറ്റ് കമ്പനി എന്നുള്ളതിന് ചൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ എന്താണോ കമ്പനിക്ക് പേര് വേണ്ടതെന്ന് വെച്ചാൽ ആ പേര് നമ്മളവിടെ കൊടുക്കുക. അങ്ങനെ ഒരു നെയിം കൊടുത്തു. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ Ctrl A കൊടുത്ത് നമ്മൾ എത്രയും പെട്ടെന്ന് സേവ് ചെയ്യുക. ഇനി എസ്കേപ്പ് കൊടുക്കുക. നമുക്കിതിൽ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അക്കൗണ്ടിങ് ഇൻഫോയിലേക്ക് പോവുക. അവിടെ നമുക്ക് ലെഡ്ജർ, അതിൽ പോയിട്ട് സിംഗിൾ ലെഡ്ജർ അവിടെ നമ്മൾ ക്രിയേറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മളിതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ലെഡ്ജേഴ്സ് നമ്മൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിവിടെ കൊടുക്കുക. പ്ലസ് അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ഇതുപോലെ തന്നെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആവശ്യമുള്ളത് 2 പാർട്ട്നേഴ്സ് ഉണ്ട്. നമുക്ക് രവി, ഡെന്നി. അപ്പോൾ 2 പേരും വന്നിട്ട് 8 ലക്ഷം വെച്ചിട്ട് അവർ നമ്മൾ ക്യാപിറ്റൽ നമ്മളെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളവിടെ കൊടുക്കുക രവീസ് ക്യാപിറ്റൽ. അണ്ടർ നമുക്കറിയാം ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ് വരിക. എൻ്റർ ചെയ്യുക. അവരെ അമൗണ്ട് കൊടുക്കുക. ഓപ്പണിംഗ് ബാലൻസ് 8 lakh. മുമ്പത്തെ വീഡിയോ കാണാത്തവർ ഒന്നുകൊണ്ട് പേടിക്കേണ്ട. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഫസ്റ്റ് തൊട്ടിട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. നെക്സ്റ്റ് വന്നിട്ട് ഡെന്നീസ് ക്യാപിറ്റൽ. ഡെന്നീസ് ക്യാപിറ്റൽ അമൗണ്ട് ഇതുപോലെ തന്നെ 8 lakh കൊടുക്കുക. അടുത്ത നെക്സ്റ്റ് നമുക്ക് ഹൈക്കൺ, ലോൺ ഫ്രം ഹൈക്കൺ. നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോൺ ലിയാബിലിറ്റി, നമ്മളിനിപ്പോൾ ഒരാളുടെ നിന്ന് കടത്തിന് മേടിച്ചാലും അത് നമ്മൾ ലോൺ ലിയാബിലിറ്റിയിലായിട്ടാണ് കൊടുക്കേണ്ടത്. കാരണം നമ്മൾ കൊടുക്കേണ്ട ബാധ്യതയാണല്ലോ. അത് നമുക്കൊരു 50,000 ആണ് അതിൻ്റെ അമൗണ്ട് വരുന്നത്. അപ്പോൾ അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് ഇവിടെ അമൗണ്ട് ഇങ്ങനെ ആഡ് ആവുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. ആഡ് ആവുന്നുണ്ടോ എന്നുള്ളത് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ IBM Ltd എന്ന് വെച്ചാൽ ലിമിറ്റഡ്, IBM ലിമിറ്റഡ്. അപ്പോൾ ഇവർ നമ്മളൊരു സപ്ലയറാണ്. ഇവരുടെ നിന്നാണ് നമ്മൾ സാധാരണ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സപ്ലയർ ആയത് കാരണം സൺട്രി ക്രെഡിറ്റേഴ്സ് എന്നുള്ളതാണ് ഇവിടെ അണ്ടർ കൊടുക്കേണ്ടത്. മെയിൻ്റെനൻസ് ബാലൻസ് ബിൽ എന്നുള്ളതിന് S കൊടുക്കണം. അത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കതവിടെ വൗച്ചറിൽ ആ അമൗണ്ട് കാണിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഓപ്ഷൻ കഴിഞ്ഞ സമ്മിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു. ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ അതിൻ്റെ അമൗണ്ട് കൊടുക്കുക. എൻ്റർ കൊടുക്കുമ്പോൾ എഗെയിൻ ഒരു വിൻഡോ കൂടെ വരും.
ഇവിടെ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എന്നുള്ളതാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇത് ഞാൻ കഴിഞ്ഞ സെമ്മിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. അതായത് ഈ ഓപ്പണിംഗ് ബാലൻസ് നമ്മളിവിടെ ടൈപ്പ് ചെയ്തെങ്കിൽ നമുക്കതവിടെ ഓപ്പണിംഗ് ബാലൻസ് എമൗണ്ട് ഇത്ര എന്നുള്ളത് കാണിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇതേപോലെ തന്നെ 2 സൺഡ്രി ക്രെഡിറ്റേഴ്സും കൂടെ ഉണ്ട്. അപ്പോൾ അവരെയും കൂടെ നമ്മൾ ഇതേപോലെ ക്രിയേറ്റ് ചെയ്യുക. ഡെൽ ലിമിറ്റഡ് അവരെ അമൗണ്ടും അവർക്ക് നമ്മൾ കൊടുക്കാനുള്ള അമൗണ്ട് 50,000 ഉണ്ട് കഴിഞ്ഞ വർഷത്തെ. അതും ഇതേപോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസ് എന്നുള്ളത് ടൈപ്പ് ചെയ്യുക, സേവ് ചെയ്യുക. അടുത്ത ആളെയും ഇതേപോലെ തന്നെ ചെയ്യുക. അക്കൗണ്ട് ട്രേഡേഴ്സ് ക്രെഡിറ്റേഴ്സ് തന്നെയാണ് അവരും വരുന്നത്. അവർ അതുപോലെ തന്നെ അവർ അമൗണ്ടും കൊടുക്കുക 40,000 എൻ്റർ ചെയ്യുക. അപ്പോൾ 18,05,000 ഇതാണ് നമ്മളെ ലിയബിലിറ്റി എമൗണ്ട്. ഇത് തന്നെ ആയിരിക്കണം നമുക്ക് അസറ്റിലും വരേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് അസറ്റ് ചെയ്യാം. ഫർണിച്ചർ നമുക്ക് ഫിക്സഡ് അസറ്റിലാണ് വരുന്നത്. നമ്മളവിടെ കൊടുക്കുക. അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എമൗണ്ട് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 2 ലാഖാണ് അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എമൗണ്ട് വരുന്നത്. അതും ഇതേപോലെ തന്നെ ഡെബിറ്റ് സൈഡിലാണോ വരുന്നത് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം. നെക്സ്റ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി. അതും നമുക്ക് ഇതേപോലെ തന്നെ ഫിക്സഡ് അസറ്റിലാണ് വരുന്നത്. അതിൻ്റെ അമൗണ്ട് 3 ലാഖാണ്. അപ്പോൾ 3 ലാഖ് നമ്മൾ കൊടുക്കുക. നെക്സ്റ്റ് കമ്പ്യൂട്ടർ അസറ്റാണ് വരുന്നത്. കമ്പ്യൂട്ടർ അസറ്റ് അതും ഫിക്സഡ് അസറ്റ് തന്നെയാണ്. അതിൻ്റെ അമൗണ്ട് 75,000 എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ബാങ്ക് അത് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. നമുക്കറിയാലോ ബാങ്കിൻ്റെ അണ്ടർ വന്നിട്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലാണ് വരുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിന് ചൂസ് ചെയ്യുക. ബാങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ബാലൻസ് വന്നിട്ട് 1 ലാഖാണ്. ആ 1 ലാഖ് അവിടെ കൊടുക്കുക, എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ട്രേഡ് മാർക്കും ഫിക്സഡ് അസറ്റിലാണ് വരിക. അപ്പോൾ ഇത്രയും കൊടുക്കുക. എന്നിട്ട് നമ്മൾ എൻ്റർ ചെയ്തിട്ട് ട്രേഡ് മാർക്കിൻ്റെ അമൗണ്ടും കൂടെ കൊടുക്കുക. $1 ലാഖാണ് ട്രേഡ് മാർക്കിൻ്റെ അമൗണ്ട്. ഇനി നമുക്കൊരു 3 ഡെപ്റ്റേഴ്സ് ഉണ്ട്. അതായത് നമുക്ക് കടം തരാനുള്ള ആൾക്കാർ, നമ്മൾ സെയിൽ ചെയ്തിട്ട് കടം തരാനുള്ള ആൾക്കാർ. കമ്പ്യൂട്ടർ മാജിക്, കമ്പ്യൂട്ടർ ഷോപ്പ്, മാർക്കോണി, അവരെ 3 പേര് ടൈപ്പ് ചെയ്യാം. സൺഡ്രി ഡെപ്റ്റേഴ്സ് എന്നുള്ള അണ്ടറിൽ നമ്മൾ ചൂസ് ചെയ്യാം. മെയിൻ്റെനൻസ് ബാലൻസ് ബിൽ ബൈ ബിൽ എസ് കൊടുക്കണം, മറക്കരുത്. ഇനി അവിടെ അമൗണ്ട് ടൈപ്പ് ചെയ്യുക 50,000. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ്. കമ്പ്യൂട്ടർ ഷോപ്പ് നെക്സ്റ്റ്. ഇത് നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ഞാനൊരു ടെലഗ്രാം ഗ്രൂപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് അതുപോലെ നിങ്ങളെ സംശയങ്ങൾ എല്ലാം നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. കാരണം വാട്സപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് പേര് ആഡ് ചെയ്യാൻ കഴിയില്ല. ഇതാകുമ്പോൾ നിങ്ങൾക്ക് ആൾറെഡി ഞാൻ ചെയ്ത പോസ്റ്റൊക്കെ എപ്പോൾ ചെയ്താലും അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ആവശ്യമുള്ളവർ, അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ആ ഗ്രൂപ്പ് ഉപയോഗപ്പെടുത്താം. ഓക്കെ, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ ഷോപ്പ് കൊടുത്തു. ഇനി നെക്സ്റ്റ് നമ്മൾ മാർക്കോണി. ഡെപ്റ്റേഴ്സ്, മെയിൻ്റെനൻസ് ബാലൻസ് ബിൽ ബൈ ബിൽ എസ് കൊടുക്കുക. ഇവിടെ നമ്മൾ 90,000 കൊടുക്കുക.
എൻ്റർ ചെയ്യുക. ഇവിടെയും ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ സാധാരണ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും ടാലി ആവാറുണ്ട്, ഈക്വൽ ആവാറുണ്ട്. ഇവിടെ ഡിഫറൻസ് ഒന്നും ഉണ്ടാവാറില്ല. ഇത് രണ്ട് ഈക്വൽ എമൗണ്ട് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് 8,55,000 ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ആ 8,50,000 അമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഇത് ഞാൻ മുമ്പേ വിട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ശ്രദ്ധിക്കാത്തവർ ഒന്നുകൂടെ പ്രീവിയസ് എടുത്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ക്വസ്റ്റ്യനിലുണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് 8,55,000. അപ്പോൾ 8,55,000 നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ അമൗണ്ട് ഒരിക്കലും നമ്മളിവിടെ ടൈപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതെങ്ങനെയാണ് ഇവിടെ വരേണ്ടതെന്ന് വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. എവിടെ വരും? നമ്മൾ ഐറ്റം ക്രിയേഷൻ ചെയ്യുന്ന സമയത്ത് ഐറ്റത്തിൽ ഞാൻ ഇന്ന് പറഞ്ഞില്ല, ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക് ഓപ്പണിംഗ് ക്വാണ്ടിറ്റി. ആ ഓപ്പണിംഗ് ക്വാണ്ടിറ്റി കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ അമൗണ്ട് അവിടെ കൊടുക്കുമ്പം ഓട്ടോമാറ്റിക്കായി ഇതിലേക്ക് വരും. അങ്ങനെ ഇത് ടാലി ആവും. ഇപ്പോൾ ഇത് ടാലി ആയിട്ടില്ല. ഇത് ടാലി ആവാണ്ടാണ് ഞാനിത് എസ്കേപ്പ് കൊടുക്കുന്നത്. ശ്രദ്ധിക്കണം, എപ്പോഴും ആ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ അമൗണ്ട് ആയിരിക്കണം അവിടെ ഉണ്ടാവേണ്ടത് ഡിഫറൻസ്. അത് വന്നതിന് ശേഷം നമ്മൾ എസ്കേപ്പ് കൊടുക്കുക. ഇനി നമ്മൾ ഐറ്റം ക്രിയേഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഗ്രൂപ്പ് ഉണ്ട്, കാറ്റഗറി ഉണ്ട്, ഐറ്റം, യൂണിറ്റ്, പർച്ചേസ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, ഓപ്പണിംഗ് സ്റ്റോക്ക് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് ക്രിയേറ്റ് പോവുക. ഗ്രൂപ്പിൽ നമുക്ക് പെൻഡിയം, AMD ഇത് രണ്ടുമാണ് നമുക്ക് ഗ്രൂപ്പിൽ വരുന്നത്. പെൻഡിയം പെട്ടെന്ന് സേവ് ചെയ്യാൻ കൺട്രോൾ A കൊടുക്കുക, AMD. ഇനി നമ്മൾ എസ്കേപ്പ് കൊടുത്തിട്ട് ഇനി കാറ്റഗറിയാണ്. പക്ഷേ കാറ്റഗറി നമുക്കിവിടെ കാണുന്നില്ല. അത് കൊണ്ടുവരാനുള്ള ഓപ്ഷൻ ഞാൻ പറഞ്ഞു തന്നിരുന്നു. F11 ഫീച്ചേഴ്സിൽ F2 അല്ലെങ്കിൽ ഇൻവെൻറ്ററി ഫീച്ചേഴ്സിൽ പോയിട്ട് നമ്മളെ കമ്പനി ചൂസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് കാണാം മെയിൻറ്റെയിൻ സ്റ്റോക്ക് കാറ്റഗറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷൻ. ഇതിന് നമ്മൾ S കൊടുക്കുക. ബാക്കി നമുക്ക് ആവശ്യമില്ലാത്ത ഓപ്ഷൻസൊക്കെ ഇപ്പോൾ ഞാൻ നോ കൊടുക്കുകയാണ്. നിങ്ങളതിൽ ആൾറെഡി നോയിലായിരിക്കും ഉണ്ടാവുക പുതുതായിട്ട് ചെയ്യുന്ന ആണെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങളിതുപോലെ നോ കൊടുക്കുക. ഇതൊന്നും ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ആ ഓപ്ഷന് മാത്രം S കൊടുക്കുക. അതായത് കൺഫ്യൂഷൻ ആവേണ്ട. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ആകെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അതായത് മെയിൻറ്റെയിൻ സ്റ്റോക്ക് കാറ്റഗറീസ് എന്ന് പറയുന്ന ഓപ്ഷന് മാത്രം S കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ എസ്കേപ്പ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് കാറ്റഗറീസ് ഇവിടെ വന്നിട്ടുണ്ടാവും. അതിന് എൻ്റർ ചെയ്യുക, ക്രിയേറ്റ് കൊടുക്കുക. എന്തൊക്കെയാണ് നമുക്കുള്ള കാറ്റഗറീസ് എന്ന് വെച്ചാൽ P4. പിന്നെ നമ്മൾ കൺട്രോൾ A കൊടുക്കുക പെട്ടെന്ന് സേവ് ചെയ്യാൻ. പിന്നെ അത്ലോൺ, പിന്നെ സെൽറോൺ, പിന്നെ XP. ഇത്രയും 4 കാറ്റഗറീസ് നമ്മൾ കൊടുത്തു. ഇനി എസ്കേപ്പ് കൊടുക്കുക. ഇനി യൂണിറ്റ് ഓഫ് മെഷർ, നമ്മൾ ഈ ഒരു സമ്മിൽ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് നമ്പേഴ്സ് എന്നുള്ള യൂണിറ്റ് തന്നെയാണ്. അപ്പോൾ കൺഫ്യൂഷൻ ആവേണ്ട, വേറെ യൂണിറ്റുകളൊന്നും ഇല്ലേ എന്ന് ചോദിക്കേണ്ട. നിങ്ങൾക്ക് എന്തായാലും ഇനി വരുന്ന സമ്മുകളിൽ പുതിയ യൂണിറ്റുകളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നമ്പേഴ്സ് എന്നുള്ളത് തന്നെയാണ് കൊടുക്കുന്നത്. നോസ് കൊടുക്കുക, നമ്പേഴ്സ് എന്നുള്ളത് ഇവിടെ ഫോർമൽ നെയിമിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക. ഇനി എല്ലതും ഒരേ യൂണിറ്റ് തന്നെ ആയതുകൊണ്ട് നമ്മൾ ഒറ്റവട്ടം ചെയ്താൽ മതി. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ സ്റ്റോക്ക് ഐറ്റത്തിലേക്ക് പോവുക. സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് കൊടുക്കുക. ഐറ്റത്തിൻ്റെ നെയിം കൊടുക്കുക. ആദ്യം ഐറ്റം നമുക്ക് ജെനീത്ത് ആണ് ആദ്യത്തെ ഐറ്റം. ജെനീത്ത്. അണ്ടർ നമുക്ക് ഏത് അണ്ടറിലാണ്? അണ്ടർ എന്ന് വെച്ചാൽ ഗ്രൂപ്പ് നമുക്ക് പെൻഡിയം എന്നുള്ളതിലാണ് വരുന്നത്. അപ്പോൾ പെൻഡിയം എന്നുള്ളത് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് വന്നിട്ട് അതിൻ്റെ കാറ്റഗറിയാണ് ചോദിക്കുന്നത്. കാറ്റഗറി നമുക്ക് P4ലാണ് വരുന്നത്. അപ്പോൾ P4 ചൂസ് ചെയ്യുക. അതാ P4 ഇവിടെ ഉണ്ട്, നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്പേഴ്സ് എന്നുള്ളതാണ്, നമ്പേഴ്സ് എന്നുള്ളത് കൊടുക്കുക. സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ്, പർച്ചേസ് പ്രൈസും സെല്ലിംഗ് പ്രൈസും കൊടുക്കാനുള്ള ഓപ്ഷനാണ്. അതിന് S കൊടുത്തതിന് ശേഷം അതിൻ്റെ പർച്ചേസ് പ്രൈസും സെല്ലിംഗ് പ്രൈസും കൊടുക്കുക. 28,000 30,000 ഇതാണ് അതിൻ്റെ പർച്ചേസ് ആൻഡ് സെല്ലിംഗ് പ്രൈസ്. ഇത്രയും നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ സമ്മിൽ, അതിന് മുമ്പത്തെ സമ്മിലൊക്കെ നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇനി പറയാൻ പോകുന്നതാണ് നമ്മൾ പുതുതായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം. അതാണ് ഓപ്പണിംഗ് ബാലൻസ് ക്വാണ്ടിറ്റി. അതായത് നമ്മളെ കയ്യിൽ കഴിഞ്ഞ വർഷം കമ്പനി ക്ലോസ് ചെയ്യുന്ന സമയത്ത്, അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എത്ര അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് ഉണ്ടോ അതിനാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയാം. അത് ഈ വർഷത്തിലേക്ക് എടുക്കുമ്പോൾ അതിന് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നാണ് പറയാം. ആ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മളെ കയ്യിൽ 10 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുക. അപ്പോൾ
10 നോസിന് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എൻ്റർ ചെയ്യുക. അതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ ഇനിയും നമ്മൾ സെയിൽ ചെയ്യാത്തതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ പർച്ചേസ് പ്രൈസ് തന്നെ കൊടുക്കുക. അപ്പോഴാണ് നമുക്കതിൻ്റെ വാല്യൂ കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ 28,000 എന്നുള്ളത് ഞാനിവിടെ ടൈപ്പ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഈ എമൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലെഡ്ജറിലേക്ക് ആഡ് ആവും. അങ്ങനെ നിങ്ങൾ ഈ കംപ്ലീറ്റ് ഐറ്റം ക്രിയേഷൻ ചെയ്ത് കഴിയുമ്പം നിങ്ങളെ ലെഡ്ജർ ടാലി ആയിരിക്കണം. ഓക്കെ, ഇത്രയും കൊടുക്കുക, എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക. ഒരു ഐറ്റം കഴിഞ്ഞു. ഇനി അടുത്ത ഐറ്റം ഇതുപോലെ തന്നെ ചെയ്യാം. LG നമുക്കതിൻ്റെ കാറ്റഗറി കൊടുക്കുക, ഗ്രൂപ്പ് കൊടുത്തു. ഇനി കാറ്റഗറി കൊടുക്കുക. കാറ്റഗറി വന്നിട്ട് അത്ലോൺ, നമ്പേഴ്സ് കൊടുക്കുക, ഇവിടെ എസ് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ടാലി ഇല്ലാത്തവർക്ക് ടാലി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഡെമോ വേർഷൻ്റെ സോഫ്റ്റ്വെയർ ഉണ്ടാവും, എഡ്യൂക്കേഷണൽ വേർഷൻ്റെ സോഫ്റ്റ്വെയറും നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആയിട്ടുണ്ടാവും. അതിൻ്റെ ലിങ്കും ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങൾ ഒരിക്കലും ഫോണിൽ വെച്ചിട്ട് അത് ഡൗൺലോഡ് ചെയ്യാനോ ഒന്നും ചെയ്യരുത്. ഫോണിൽ അത് ഇൻസ്റ്റാൾ ആവുന്നില്ല, സിസ്റ്റത്തിൽ മാത്രമേ അത് ഇൻസ്റ്റാൾ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ LG എസ് കൊടുക്കുക. LGയുടെ പർച്ചേസ് പ്രൈസും സെല്ലിംഗ് പ്രൈസും ഇതുപോലെ തന്നെ കൊടുക്കുക. LGയുടെ പർച്ചേസ് പ്രൈസ് സെല്ലിംഗ് കൊടുത്തു. ഇനി നമ്മൾ ഇന്ന് പഠിച്ച ടോപ്പിക്ക് 10 ക്വാണ്ടിറ്റീസ് കൊടുക്കുക, അതിൻ്റെ പർച്ചേസ് പ്രൈസ് കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കണേ, അവിടെ പർച്ചേസ് പ്രൈസ് തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വന്നിട്ട് സാംസങ് ഇതുപോലെ തന്നെ അതിൻ്റെ ഗ്രൂപ്പ് കൊടുക്കുക. പിന്നെ അതിനുശേഷം അതിൻ്റെ കാറ്റഗറി കൊടുക്കുക. ഇവിടെ എസ് കൊടുത്തിട്ട് അതിൻ്റെ പർച്ചേസ് പ്രൈസും സെല്ലിംഗ് പ്രൈസും. 18,000, 20,000. 10 quantities opening quantity, 18,000 purchase price. ഇത്രയും കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് വന്നിട്ട് വിപ്രോയുടെ ഗ്രൂപ്പ് കൊടുത്തു. അതുപോലെ തന്നെ വിപ്രോൻ്റെ കാറ്റഗറിയും കൊടുത്തു. ഇവിടെ സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് പർച്ചേസ് പ്രൈസ് 16,500. ഇവിടെ വന്നിട്ട് നമുക്ക് 18,000 സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ 10 ക്വാണ്ടിറ്റീസ് 16,500. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞതുപോലെ ലെഡ്ജർ ടാലി ആയിട്ടുണ്ടോ നോക്കണം. അപ്പോൾ അതിനുവേണ്ടി ഫുൾ എസ്കേപ്പ് കൊടുത്ത് അക്കൗണ്ടിങ് ഇൻഫോയിൽ പോവുക. നമ്മൾ സാധാരണ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് പോവുക, ഡിസ്പ്ലേ പോവുക, അൾട്ടർ പോയത് വേണമെങ്കിൽ സെലക്ട് ചെയ്യുക. ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ആണ് കൊടുക്കുന്നത്. ഉണ്ടോ, ഇപ്പോൾ നമുക്കിവിടെ ടാലി ആയിട്ടുണ്ട്. ഇങ്ങനെ വന്നതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ പർച്ചേസ് പ്രൈസും സെല്ലിംഗ് പ്രൈസ് അതുപോലെ ഓപ്പണിംഗ് ക്വാണ്ടിറ്റി കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ വൗച്ചറിലേക്കാണ് കടക്കാൻ പോകുന്നത്. അപ്പോൾ വൗച്ചർ ചെയ്യാൻ വേണ്ടി അക്കൗണ്ടിങ് വൗച്ചറിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബാങ്കിൽ നിന്ന് ക്യാഷ് വിത്ഡ്രോ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പെറ്റി ക്യാഷ് ആയിട്ടാണ് നമ്മൾ വിത്ഡ്രോ ചെയ്ത് 20,000 നമ്മൾ പെറ്റി ക്യാഷ് ആയിട്ട് വിത്ഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ, കോൺട്രാ വൗച്ചർ എടുക്കുക. അതിൽ നമ്മൾ ബാങ്ക് ഓഫ് ഇന്ത്യ ക്രെഡിറ്റിൽ സെലക്ട് ചെയ്യുക. 20,000 നമ്മളിവിടെ കൊടുക്കുക. എന്നിട്ട് എൻ്റർ ചെയ്യുക. പെറ്റി ക്യാഷ് എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. കാരണം ക്യാഷ് എന്നുള്ളത് മാത്രമേ നമുക്കിവിടെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ആൾട്ട് യൂസ് ചെയ്യുക, പെറ്റി ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഒന്നിനെ ക്രിയേറ്റ് ചെയ്യുക. അണ്ടർ നമുക്കറിയാം ക്യാഷ് ഇൻ ഹാൻഡ് എന്നാണ് അണ്ടർ വരുന്നത്. എന്നിട്ട് സേവ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. എൻ്റർ കൊടുക്കുക, സേവ് ചെയ്യുക. പെറ്റി ക്യാഷ് എന്ന് വെച്ചാൽ ഈ ചില്ലറ ക്യാഷുകളൊക്കെയാണ് നമ്മൾ പെറ്റി ക്യാഷ് എന്ന് പറയുക. ചില്ലറ എക്സ്പെൻസിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പെന്ന് മേടിക്കുക, പെൻസിൽ മേടിക്കുക, ഇങ്ങനെയുള്ള ചിലവുകൾക്കൊക്കെയാണ് അധികം. സ്റ്റേഷനറീസ് മേടിക്കുക, ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അധികം പെറ്റി ക്യാഷ് ഉപയോഗിക്കാറ്. അതാണ് പെറ്റി ക്യാഷ് എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അക്കൗണ്ട് ട്രേഡേഴ്സിൻ്റെ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പർച്ചേസ് വൗച്ചർ എടുക്കുക. പർച്ചേസ് വൗച്ചറിൽ കഴിഞ്ഞ സമ്മിലൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് പർച്ചേസ് ലെഡ്ജർ ഇവിടെ വരാത്ത ഓപ്ഷനായിരുന്നു. ഇപ്പോൾ ഈ സമ്മിൽ ഞാൻ പറയാൻ പോകുന്നത് പർച്ചേസ് ലെഡ്ജർ ഇവിടെ വരുന്ന ഓപ്ഷനാണ്. അപ്പോൾ അതെങ്ങനെ കൊണ്ടുവരുന്നതെന്നുള്ളത്
ഇനി കഴിഞ്ഞ സമ്മിൽ ഓഫ് ചെയ്തിട്ടുള്ളവർ അതെങ്ങനെ കൊണ്ടുവരിക എന്നുള്ളത് ഒന്നുകൂടെ പറഞ്ഞുതരാം. F12 പ്രസ് ചെയ്യുക. ഇവിടെ നമുക്ക് കാണാം യൂസ് കോമൺ ലെഡ്ജർ ഫോർ ഐറ്റം അലക്കേഷൻ. ഈ ഓപ്ഷന് നമ്മൾ എസ് കൊടുക്കുക. ഈ ഓപ്ഷൻ എസ് കൊടുത്താൽ നമുക്കവിടെ ആ പർച്ചേസ് ലെഡ്ജർ എന്നുള്ളതിനെ ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ബിൽ നമ്പർ കൊടുക്കുക. ഇവിടെ ബിൽ നമ്പർ തരാത്തത് കൊണ്ട് നമ്മൾ തന്നെ ഒരു ബിൽ നമ്പർ കൊടുക്കുക. ബിൽ നമ്പർ ആസ് യൂഷ്വലായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഉണ്ടാവും കേട്ടോ. ഇനി പാർട്ടീസ് അക്കൗണ്ട് ആരുടെ അടുത്താണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, അപ്പോൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മുടെ അടുത്ത് ആൾറെഡി ഉള്ള സപ്ലയർ തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ സപ്ലയർ ഉണ്ടോ ഇല്ലേ എന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ പുതിയ ക്രിയേറ്റ് ചെയ്യുക. കണ്ട ഉടനെ വേഗം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. ഇനി പർച്ചേസ് ലെഡ്ജർ നമ്മൾ ചെയ്യാത്തതുകൊണ്ട്, പർച്ചേസ് എന്നുള്ളത് ചെയ്യാത്തതുകൊണ്ട് Alt C യൂസ് ചെയ്തിട്ട് പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. പർച്ചേസിൻ്റെ അണ്ടർ നമുക്കറിയാം പർച്ചേസ് അക്കൗണ്ട്. ഇൻവെൻട്രി വാല്യൂസ് ആർ എഫക്റ്റഡ് എന്നുള്ള എസ് കൊടുക്കണം. ഇതിവിടെ എസ് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കത് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരില്ല. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ഐറ്റം ഏതൊക്കെയാണെന്ന് വെച്ചാൽ ജെനീത്തും LGയും 15 Oz. അപ്പോൾ ആദ്യം ജെനീത്ത് സെലക്ട് ചെയ്യുക. ക്വാണ്ടിറ്റി എന്നുള്ളിടത്ത് നമ്മൾ അറിയാമല്ലോ, നമുക്ക് 50 കൊടുക്കുക. റേറ്റ് എല്ലാം ഓട്ടോമാറ്റിക് വരും, നമ്മൾ ആൾറെഡി കൊടുത്തുകൊണ്ടാണ്. LG ഇതുപോലെ സെലക്ട് ചെയ്യുക, അവിടെ ഇതേപോലെ 50 കൊടുക്കുക. അതിൻ്റെ പർച്ചേസ് പ്രൈസ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇത്ര കഴിഞ്ഞ് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന നമ്മുടെ സെക്കൻഡ് ടോപ്പിക്, അതായത് അഡീഷണൽ എക്സ്പെൻസ് എങ്ങനെ കൊടുക്കാം. അപ്പോൾ നമ്മൾ അഡീഷണൽ എക്സ്പെൻസ് കൊടുക്കേണ്ടത് ഇതിൻ്റെ താഴെയാണ്. പക്ഷേ നമ്മൾ എൻ്റർ ചെയ്ത് ഇവിടെ കൊടുക്കാൻ പാടില്ല, കാരണം ഇത് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ Alt C യൂസ് ചെയ്ത നേരെ ഐറ്റം ക്രിയേഷൻ വിൻഡോയിലേക്കാണ് പോവുക. അതുകൊണ്ട് നമ്മളത് ചെയ്യേണ്ടത് ഒരു വട്ടം കൂടെ എൻ്റർ ചെയ്തിട്ട് ഈ ടോട്ടലിൻ്റെ താഴെ ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതാണ് എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് Alt C യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അഡീഷണൽ എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. എന്താണ് അഡീഷണൽ എക്സ്പെൻസ് എന്ന് വെച്ചാൽ, നമുക്ക് പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റ് നമ്മളെ ലൊക്കേഷൻ അല്ലാണ്ട് വേറെ ലൊക്കേഷനിലേക്കൊക്കെ പോവുകയും അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ വരെ ആ പ്രൊഡക്റ്റ് എത്തുള്ളൂ, അവിടുന്ന് നമ്മൾ വീണ്ടും നമ്മളെ സ്ഥലത്തേക്ക് കൊണ്ടുവരണം, അങ്ങനെ ലോഡിങ് ചാർജ് എല്ലാതും നമുക്ക് അഡീഷണൽ എക്സ്പെൻസിൽ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന എല്ലാ എക്സ്പെൻസും നമുക്ക് അഡീഷണൽ എക്സ്പെൻസിൽ ആഡ് ചെയ്യാം. ഇൻഡയറക്റ്റ് എക്സ്പെൻസും കൊടുക്കാം, ഡയറക്റ്റ് എക്സ്പെൻസും കൊടുക്കാം. നിങ്ങളെ കമ്പനിക്ക് അനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, നിങ്ങളെ എക്സ്പെൻസിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ പെർസെൻറ്റേജ് ആണ് തന്നിട്ടുള്ളതെന്നുണ്ട് ഇവിടെ ടൈപ്പ് ചെയ്യുക, അല്ല അമൗണ്ട് ആണ് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യുക. ഒരു വട്ടം കൂടെ എൻ്റർ ചെയ്താൽ മതി, അപ്പോൾ അമൗണ്ട് കൊടുക്കാനുള്ള സ്പേസ് വരും. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ആയതുകൊണ്ട് ആ പെർസെൻറ്റേജ് നമ്മളിവിടെ ജസ്റ്റ് 5% ആണ് നമ്മൾ അഡീഷണൽ എക്സ്പെൻസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് 5ൻ്റെ കൂടെ എൻ്റർ ചെയ്താൽ മതി. അവിടെ പെർസെൻറ്റേജ് ഒന്നും കൂടെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക് അത് തന്നെ കാൽക്കുലേഷൻ ചെയ്തോളും. ഇവിടെയുള്ള ടോട്ടൽ അമൗണ്ടിൻ്റെ 5%. ഇത്രയേ ഉള്ളൂ അഡീഷണൽ എക്സ്പെൻസ്. എൻ്റർ ചെയ്യുക, ന്യൂ റെഫറൻസ് കൊടുക്കുക. അറിയാമല്ലോ, നമ്മൾ സപ്ലയറെ വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ന്യൂ റെഫറൻസ് കൊടുക്കുന്നത്. ഈ വിൻഡോ വരുന്നത്, അല്ലെങ്കിൽ ഈ വിൻഡോ നമുക്കിവിടെ കാണില്ല. ഓക്കെ, വീണ്ടും ഞാൻ പറയുന്നില്ല, ഡൗട്ടുള്ളവരൊന്ന് പ്രീവിയസ് എടുത്ത് നോക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഒരു സെയിൽസ് ആണ്. നമ്മൾ മാർക്കോണി എന്ന് പറയുന്ന ആൾക്ക് സെയിൽ ചെയ്യാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നേരെ സെയിൽസ് വൗച്ചർ എടുക്കുക. ഇതേപോലെ തന്നെ ഇതിൽ ബിൽ നമ്പർ തരാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു നമ്പർ കൂടെ കൊടുക്കുക. ബിൽ നമ്പറിന് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിൽ നമ്പർ ഇവിടെ കൊടുക്കേണ്ടത് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ബിൽ നമ്പർ ഇതിൽ തന്നിട്ടില്ല. ഓക്കെ, പാർട്ടീസ് അക്കൗണ്ട് നെയിമിൽ നമ്മൾ എന്ത് ചെയ്യുക, മാർക്കോണിക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. മാർക്കോണിനെ സെലക്ട് ചെയ്യുക. ഇനി സെയിൽസ് ലെഡ്ജറിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെയിൽസ് എന്നുള്ളതിന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. സാധാരണ നമ്മൾ ഐറ്റം ചെയ്തിട്ടാണ് സെയിൽസ് കൊടുക്കാറ്. അത് ഒറ്റ ഐറ്റം ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ കൂടുതൽ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതാണ് നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ. പക്ഷേ ഈ ഓപ്ഷൻ തന്നെ നമുക്ക് VAT GST ഒക്കെ ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ പഴയ ഫോർമാറ്റിലേക്ക് തന്നെ മടങ്ങണം. അപ്പോൾ നമുക്കിത് മാറ്റി ചെയ്യാം. ഓക്കെ, ഇനി നെയിം ഓഫ് ഐറ്റം എന്തൊക്കെയാണ് നമ്മൾ മാർക്കോണിക്ക് സെയിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ജെനീത്ത് ഇതുപോലെ ഒരു 40 നമ്പേഴ്സ്, ഇപ്പോൾ ടോട്ടൽ ജെനീത്ത് 60 നമ്പേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് ഇവിടെ തന്നെ അറിയാൻ പറ്റും എത്ര സ്റ്റോക്ക് അവൈലബിൾ ആണ് എന്നുള്ളതൊക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 40 നമ്മൾ സെയിൽ ചെയ്യാണ്. പിന്നെ നമ്മൾ LG ഇതേപോലെ LG നമ്മൾ 50 നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്ത ആ ഫുൾ ക്വാണ്ടിറ്റി നമ്മൾ എന്ത് ചെയ്യാണ്, സെയിൽ ചെയ്യാണ്. അപ്പോൾ ഇത്രയും കൊടുക്കുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ നമുക്ക് ടോട്ടൽ 24,50,000 വരുന്നുണ്ട്. ഓക്കെ, ന്യൂ റെഫറൻസ്, കാരണം അവിടെ സൺഡ്രി ഡെപ്റ്റേഴ്സിൻ്റെ നെയിം വന്നതുകൊണ്ട്. ഇനി നമുക്കൊരു റിട്ടേൺ വരുന്നുണ്ട്. ഈ മാർക്കോണി നമുക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ട്. LG 2 കംപ്ലൈൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്തു. അപ്പോൾ Ctrl F8 കൊടുക്കുക. അപ്പോൾ ക്രെഡിറ്റ് നോട്ട് വന്നു. ഒറിജിനൽ നമ്പർ ടൈപ്പ് ചെയ്യുക. പാർട്ടീസ് അക്കൗണ്ട് നെയിമിൽ മാർക്കോണിൻ്റെ അടുത്ത് നിന്നാണല്ലോ റിട്ടേൺ വരുന്നത്. ഇവിടെ സെയിൽസ് ഒന്നും കൊടുക്കുക, സെയിൽസ് റിട്ടേൺ ഒന്നും കൊടുക്കുക, കുഴപ്പമില്ല. സെയിൽസ് കൊടുത്തു എന്ന് വെച്ചാൽ തെറ്റൊന്നുമില്ല. സെയിൽസ് റിട്ടേൺ കൊടുത്താലും കുഴപ്പമില്ല, അണ്ടർ സെയിൽസ് തന്നെ ആയിരിക്കണം. ഓക്കെ, ഇനി നെയിം ഓഫ് ഐറ്റം എന്താണ് റിട്ടേൺ ചെയ്യുന്നത് വെച്ചാൽ LG ആണ്. LG മേടിച്ചതിൽ
അവർ മേടിച്ചതിൽ 2 ഡാമേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ 2 amount കുറയും. അപ്പോൾ നമുക്ക് നേരത്തെ 24,50,000 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് എന്താവും ഈ 50,000 കുറയും. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യുക, എഗെയിൻസ്റ്റ് റെഫറൻസിൽ കൊടുക്കണ്ടോ 24,50,000 ഇതാണ് നമ്മൾ സെയിൽ ചെയ്ത ബിൽ എമൗണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഈ 50,000 ലെസ് ആവണം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 50,000 എൻ്റർ ചെയ്യുമ്പം ഓട്ടോമാറ്റിക് അതിൽ നിന്ന് ഡിഡക്റ്റ് ആവും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റിസീവ്ഡ് ഇൻവെൻട്രി എമൗണ്ട് ഫ്രം മാർക്കോണി ആൻഡ് ഡിസ്കൗണ്ട് അലൗഡ് 5%. നമ്മളെ മൂന്നാമത്തെ ടോപ്പിക് എത്തി, ഡിസ്കൗണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ എങ്ങനെ ചെയ്യാം. അപ്പോൾ റെസിപ്റ്റ് പോവുക, കാരണം റിസീവ് ചെയ്യല്ലേ, റിസീവ്ഡ് ഇൻവെൻട്രി എമൗണ്ട് എന്നാണ് പറയുന്നത്. ഇൻവോയ്സ് എമൗണ്ട് അല്ലെങ്കിൽ ബിൽ എമൗണ്ടിനൊക്കെയാണ് ഇൻവെൻട്രി എമൗണ്ട് എന്ന് പറയാം. അപ്പോൾ നമ്മൾ മാർക്കോണിനെ ആദ്യം ചൂസ് ചെയ്യുക. റെസിപ്റ്റ് പേയ്മെൻ്റ് ഒക്കെ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ എഗെയിൻസ്റ്റ് റെഫറൻസ് തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ പോയിട്ട് ഇവിടെ ബിൽ എമൗണ്ട് ഉണ്ട്, ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്കിവിടെ റിസീവ് ആകുന്നത് ഇൻവെൻട്രി എമൗണ്ട് ആണ്. ഇൻവെൻട്രി എമൗണ്ട് എന്ന് പറയുന്നത് ഇൻവോയ്സ് അല്ലെങ്കിൽ ബിൽ എമൗണ്ടിനെയാണ്. അപ്പോൾ ബിൽ എമൗണ്ട് നോക്കിയാൽ 24 lakh ഉള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് 24,50,000 ടോട്ടൽ ഉണ്ടായിരുന്നു, അതിൽ 50,000 നമ്മൾ റിട്ടേൺ ചെയ്തു. അപ്പോൾ 24 lakh നമുക്ക് കിട്ടാനുണ്ട്. ആ 24 lakh നമ്മൾ സെലക്ട് ചെയ്ത് എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുത്ത്, സാധാരണഗതിയിലാണ് നമ്മളിവിടെ ക്യാഷ് ഡെബിറ്റിൽ കൊടുത്ത് സേവ് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇവിടെ നമ്മൾ 5% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 5% ഡിസ്കൗണ്ടിന് നമ്മളിവിടെ കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡെബിറ്റിൽ ക്യാഷ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്കൗണ്ട് അലൗഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഡിസ്കൗണ്ട് അലൗഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഡിസ്കൗണ്ട് അലൗഡ് നമുക്കറിയാം ഇൻഡയറക്റ്റ് എക്സ്പെൻസിലാണ് വരിക, നമ്മൾ കൊടുക്കുക, സേവ് ചെയ്യുക. അപ്പോൾ ഇത് 24 lakhൻ്റെ 5% ആണ്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി Ctrl+N ഓപ്പൺ ചെയ്യുക. അവിടെ നമുക്ക് കാൽക്കുലേറ്റർ ഓപ്പൺ ആയി. അവിടെ നമ്മൾ കൊടുക്കുക 24 lakh ഇൻറ്റു 5% ടെൻഡർ കൊടുക്കുക. അപ്പോൾ 1,20,000. കാൽക്കുലേറ്റർ ക്ലോസ് ചെയ്യുക, Ctrl+M കൊടുത്ത് കാൽക്കുലേറ്റർ ക്ലോസ് ചെയ്ത് ഇവിടെ നമ്മൾ ആ വാല്യൂ കൊടുക്കുക 1,20,000 എൻ്റർ ചെയ്യുക. ക്യാഷ് ആയിട്ടാണല്ലോ നമുക്ക് റിസീവ് ആവുന്നത്. അപ്പോൾ ക്യാഷ് കൊടുത്താൽ ബാലൻസ് എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നോളും. ഇപ്പോൾ 24 lakh തരാനുണ്ട്, അതിൽ 1,20,000 നമ്മൾ ഡിസ്കൗണ്ട് കണ്ടുപിടിച്ചു, ബാലൻസ് എമൗണ്ട് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കൊടുക്കുക, എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ക്യാഷ് പേ ടു അക്കൗണ്ട് റീഡേഴ്സ്. അക്കൗണ്ട് റീഡേഴ്സിന് നമുക്കൊരു പേയ്മെൻറ്റ് ഉണ്ട് 20 lakh എഗെയിൻസ്റ്റ് പർച്ചേസ് എന്നാണ് പറയുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് എടുക്കുക, അക്കൗണ്ട് റീഡേഴ്സിന് ചൂസ് ചെയ്യുക. അക്കൗണ്ട് റീഡേഴ്സിന് നമ്മൾ കൊടുക്കാനുള്ളത്, അപ്പോൾ അക്കൗണ്ട് റീഡേഴ്സിന് എഗെയിൻസ്റ്റ് പർച്ചേസിൽ നമ്മൾ കൊടുക്കാനുള്ളത് 26,77,500 ആണ്. അതിൽ നമ്മൾ 20 lakh ആണ് കൊടുക്കുന്നത്. സീറോസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് കൊടുക്കുക, 2 lakh ആയി പോകരുത്. ഇനി ക്യാഷ് ആയിട്ടാണോ കൊടുക്കുന്നത്, ചെക്ക് ആയിട്ടാണോ കൊടുക്കുന്നതാണ്, ക്യാഷ് പേ ടു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുക, ക്യാഷ് സെലക്ട് ചെയ്യുക, എന്നിട്ട് സേവ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്ലോസ് ദ ഓപ്പണിംഗ് ബാലൻസ് പേ ടു അക്കൗണ്ട് റീഡേഴ്സ്. അക്കൗണ്ട് റീഡേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ക്ലോസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പെയ്ഡ് എന്ന് കാണേണ്ടത് കൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. പക്ഷേ സപ്പോസ് ചില സമയത്ത് പെയ്ഡ് എന്നൊന്നും ഉണ്ടാവില്ല, വെറും ക്ലോസ് ദ ഓപ്പണിംഗ് ബാലൻസ് മാത്രം കാണിക്കുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക, ഓപ്പണിംഗ് ബാലൻസ് പറഞ്ഞതുകൊണ്ട് വേഗം ലിയാബിലിറ്റി അസറ്റിലേക്ക് പോവുക. ആ ലിയാബിലിറ്റിയിലാണോ അസറ്റിലാണോ ഉള്ളത് നോക്കുക. ആള് ലിയാബിലിറ്റിയിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആള് ക്രെഡിറ്റാസ് ആണ്, അപ്പം നമ്മൾ അയാൾക്ക് കൊടുക്കാനുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആൾ അസറ്റ് സൈഡിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആൾ നമുക്ക് തരാനാണ് ഉള്ളത്, അപ്പോൾ നമ്മൾ റെസിപ്റ്റിൽ ചെയ്യാം. കൊടുക്കാനുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാം, കിട്ടാനുണ്ടെങ്കിൽ റെസിപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ക്ലോസ് ദ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അക്കൗണ്ട് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ അക്കൗണ്ട് ട്രേഡേഴ്സ് ഉള്ളത് ലിയാബിലിറ്റി സൈഡിലായതുകൊണ്ട് നമ്മളത് ചെയ്യേണ്ടത് പേയ്മെൻറ്റിലാണ്. കാരണം നമ്മളെ ബാധ്യതയായിരുന്നു, അത് നമ്മളത് ക്ലോസ് ചെയ്തു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ ബാധ്യതയായിരുന്നു. അപ്പോൾ അക്കൗണ്ട് ട്രേഡേഴ്സിനെ ചൂസ് ചെയ്യുക. അതിൽ എഗെയിൻസ്റ്റ് റെഫറൻസിൽ പോവുക. അവിടെ നമുക്ക് കാണിക്കും രണ്ട് എമൗണ്ട്, ബിൽ എമൗണ്ട് ഉണ്ട്, ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ആണ് ക്ലോസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് തന്നെ സെലക്ട് ചെയ്യണം. നിങ്ങൾ അറിയാണ്ട് ബിൽ എമൗണ്ട് 40,000 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പോയി 40 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 40,000 അതിൽ നിന്ന് ബിൽ എമൗണ്ട് തന്നെ ലെസ് ആവുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഓപ്പണിംഗ് ബാലൻസ് തന്നെ സെലക്ട് ചെയ്യുക. എൻഡ് ഓഫ് ലിസ്റ്റ് പോവുക. നമ്മൾ ക്യാഷ് ആയിട്ട് തന്നെയാണ് പേ ചെയ്യുന്നത്, അതുകൊണ്ട് ക്യാഷ് സെലക്ട് ചെയ്യുക, എന്നിട്ട് സേവ് ചെയ്യുക. നെക്സ്റ്റ് എന്താ പറയുന്നത് വെച്ചാൽ ഡെപ്പോസിറ്റ് ടു ബാങ്ക് 3 lakh, ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാണ്. ഇപ്പോൾ കോൺട്രാ വൗച്ചർ എടുക്കുക, ക്യാഷ് ക്രെഡിറ്റിൽ കൊടുക്കുക, 3 lakh ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെ എൻ്റർ ചെയ്യുക. പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു പ്രോബ്ലം ആണ്, കണ്ടോ 60,000 ഇവിടെ നെഗറ്റീവായിട്ടാണ് കാണിക്കുന്നത്. കാരണം
ആ എമൗണ്ട് ഇല്ലാണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമ്മിൽ നമുക്ക് ഇങ്ങനെ നെഗറ്റീവ് ബാലൻസ് വരും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ റെഡിങ്ങിൽ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക ഇത്രയും ക്യാഷ് നെഗറ്റീവാണ്, ക്യാഷ് ഇല്ല, നമ്മളെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് അവിടെ അറിയിക്കുന്നത്. അപ്പോൾ ബാങ്കിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. വർക്ക് ചെയ്യുമ്പോഴൊക്കെയാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ വരിക. ഇതിൻ്റെ ഡിനോമിനേഷനൊക്കെ കൊടുക്കുക, എത്ര രൂപയ്ക്കായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, എങ്ങനെയാണ് കൊടുക്കുന്നത്, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നമ്മൾ കൊടുത്ത് എൻ്റർ ചെയ്ത് സേവ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സോൾഡ് ടു കമ്പ്യൂട്ടർ ഷോപ്പ്. കമ്പ്യൂട്ടർ ഷോപ്പിലേക്ക് നമ്മൾ സെയിൽ ചെയ്യാണ്. എല്ലാ ഐറ്റവും 10 ക്വാണ്ടിറ്റി വെച്ചിട്ട് നമ്മൾ 10 ക്വാണ്ടിറ്റീസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെയിൽ ചെയ്യണം. ഇപ്പോൾ കമ്പ്യൂട്ടർ ഷോപ്പിനെ സെലക്ട് ചെയ്യുക. അത് നമ്മൾ ഇവിടെ സെയിൽസിനെയും കൂടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഓരോ ഐറ്റം, അത് ഓർഡർ ആയിട്ട് തന്നെ സെലക്ട് ചെയ്യണമെന്നൊന്നുമില്ല, നമ്മൾ ഡിസോർഡർ ആയിട്ട് സെലക്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എല്ലാം വന്നിരിക്കണം, അത്രേ ഉള്ളൂ. എല്ലാ ക്വാണ്ടിറ്റീസും നമ്മൾ 10 hours വെച്ചിട്ട് സെലക്ട് ചെയ്യുക. ടെന്നോസ് വെച്ചിട്ട് ചെയ്യുക, എന്നിട്ട് സേവ് ചെയ്യുക. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യുക, പർച്ചേസ് ആണ് ചെയ്യാൻ പോകുന്നത്. എഗെയിൻ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ്. സാംസങ്ങും വിപ്രോ 20 നോസ് വെച്ചിട്ട് IBM ലിമിറ്റഡിൻ്റെ അടുത്താണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ പർച്ചേസ് വൗച്ചർ എടുക്കുക, അതിൽ ഏതെങ്കിലും ഒരു ബിൽ നമ്പർ കൊടുക്കുക, IBMനെ സെലക്ട് ചെയ്യുക. പർച്ചേസ് പിന്നെ ആൾറെഡി നമ്മൾ ചെയ്തുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ടാവും. അതിൽ നമുക്ക് വരുന്നത് സാംസങ്ങും വിപ്രോ ആണ്. അപ്പോൾ സാംസങ് അതുപോലെ വിപ്രോ, സാംസങ് നമുക്ക് 20 നോസ് എൻ്റർ ചെയ്യുക. അടുത്ത് നമ്മൾ വിപ്രോനെ ചൂസ് ചെയ്യുക. വിപ്രോ ഇതുപോലെ 20 നോസ് കൊടുക്കുക, എൻ്റർ ചെയ്യുക. ന്യൂ റെഫറൻസ് കൊടുത്ത് സേവ് ചെയ്യുക. ആളെ പേര് വന്നുകൊണ്ടാണ് ന്യൂ റെഫറൻസ് കൊടുക്കുന്നത്, അറിയാലോ. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പേ ടു ചെക്ക് ടു IBMന് നമ്മൾ എന്ത് ചെയ്യുക, 1 lakh ചെക്ക് പേ ചെയ്യുക. അപ്പോൾ പേയ്മെൻറ്റ് എടുക്കുക, IBMനെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത ആളാണ്, അപ്പോൾ അഗെയിൻസ്റ്റ് റെഫറൻസിൽ തന്നെ വരിക. അപ്പോൾ 6,90,000 വരുന്നുണ്ട്. അതിൽ നമ്മൾ 1 lakh നമ്മൾ ചെക്കായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ 1 lakh കൊടുക്കുക, എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുത്ത് ചെക്കായിട്ട് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ബാങ്ക് ഓഫ് ഇന്ത്യ സെലക്ട് ചെയ്യുക, എന്നിട്ട് സേവ് ചെയ്യുക. ഇനി ബാങ്കിൽ നിന്ന് നമ്മൾ 25,000 നമ്മൾ ക്യാഷ് ആയിട്ട് എടുക്കുന്നുണ്ട്. അതിന് മുമ്പ് നമുക്ക് ഒരു ക്യാഷ് റിസീപ്റ്റ് ഉണ്ട്, 2 lakh നമുക്ക് ബാങ്ക് ചെക്ക് റിസീവ് ആവുന്നുണ്ട് കമ്പ്യൂട്ടർ ഷോപ്പിൽ നിന്ന്. അപ്പോൾ നമ്മൾ റിസീപ്റ്റ് വൗച്ചറിൽ കമ്പ്യൂട്ടർ ഷോപ്പിനെ സെലക്ട് ചെയ്യുക. നമുക്ക് റിസീവ് ആവുന്നത് 9,30,000 ഉണ്ട്. അതിൽ നമുക്ക് 2 lakh നമുക്ക് ചെക്കായിട്ട് റിസീവ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്തിട്ട് ഇവിടെ നമ്മൾ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളതിനെ സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് എഗെയിൻ നമ്മൾ ഒരു വട്ടം കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, IBMന് പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ പേയ്മെൻറ്റ് വൗച്ചർ എടുക്കുക, ഇവിടെ IBM എന്നുള്ളതിനെ ചൂസ് ചെയ്യുക. ക്വസ്റ്റ്യൻ കറക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയറായി ചെയ്യാൻ പറ്റും. ഇവിടെ എഗെയിൻ 1 lakh കൂടെ കൊടുക്കുക. അത് നമ്മൾ ചെക്കായിട്ടാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളത് ചൂസ് ചെയ്യുക. ഇനി ബാങ്കിൽ നിന്ന് നമ്മൾ 25,000 വിത്ഡ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൺട്രാ വൗച്ചറിൽ പോയിട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ ചൂസ് ചെയ്യുക. 25,000 ആണ് നമ്മൾ വിത്ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ 25,000 കൊടുക്കുക. ഇവിടെ ശ്രദ്ധിക്കണം, ക്യാഷ് തന്നെ ആയിരിക്കണം, പെറ്റി ക്യാഷ് കൊടുക്കരുത്. നമ്മൾ 25,000 നമ്മൾ ക്യാഷ് ആയിട്ട് വിത്ഡ്രോ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ റെന്റ് പേ ചെയ്യാണ്. പെറ്റി ക്യാഷ് ആയിട്ട് നമ്മൾ റെന്റ് 5,000 പേ ചെയ്യാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പെറ്റി ക്യാഷ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പം പേയ്മെൻറ്റ് വൗച്ചറിലെടുത്ത് റെന്റ് പെയ്ഡ് അല്ലേ, റെന്റ് പെയ്ഡ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആൾട്ട് C യൂസ് ചെയ്തിട്ട് റെന്റ് പെയ്ഡ് എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യാം. ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ തന്നെയാണ് വരിക. 5,000 നമ്മൾ ചില്ലറായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ പെറ്റി ക്യാഷ് എന്നുള്ളത് സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ, അതും നമ്മൾ പെറ്റി ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതും ആൾട്ട് C യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോണ് അതും ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ തന്നെയാണ് വരിക. നമുക്ക് 2,000 ആയിട്ടാണ് വരുന്നത്. അതും നമ്മൾ കൊടുക്കുന്നത് പെറ്റി ക്യാഷ് ആയിട്ടാണ്. അപ്പോൾ പെറ്റി ക്യാഷ് എന്നുള്ളത് കൊടുക്കുക, സേവ് ചെയ്യുക. നെക്സ്റ്റ് IBMന് ഒരു 5 hours റിട്ടേൺ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ
കൺട്രോൾ F9 കൊടുക്കുക. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട്, ഇപ്പോൾ ഞാൻ നോക്കിയ നേരെ പേയ്മെൻറ്റിന് ഞാൻ കൺട്രോൾ F9 കൊടുത്തു. ഇപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അല്ല ജസ്റ്റ് F9 പർച്ചേസ് കൊടുത്താലും നമുക്ക് അങ്ങനെയാണ് കാണിക്കുക. അപ്പോൾ ഇവിടെ വെച്ചു F9. ചില സമയത്ത് ഇങ്ങനെ വരാറുണ്ട്. അതായത് നമ്മളിപ്പോൾ പേയ്മെൻറ്റോ അല്ലെങ്കിൽ റിസീപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കൺട്രോൾ F9 കൊടുക്കുമ്പോൾ ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് എന്നുള്ളത് ഇങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി നമ്മൾ ആൾറെഡി പഠിച്ച ഓപ്ഷൻ തന്നെ ഉണ്ട്, കൺട്രോൾ V. അത് കൊടുത്താൽ മതി. അത് കൊടുത്താൽ നമുക്ക് വീണ്ടും പഴയ രൂപത്തിലേക്ക് തന്നെ മാറും. അപ്പോൾ നമ്മളവിടെ IBMൻ്റെ ബിൽ നമ്പർ കൊടുക്കുക. എന്നിട്ട് IBMനെ സെലക്ട് ചെയ്യുക. പർച്ചേസ് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് പർച്ചേസ് ലെഡ്ജറിൽ പർച്ചേസ് എന്ന് കൊടുത്താൽ മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് റിട്ടേൺ ക്രിയേറ്റ് ചെയ്യുക. അണ്ടർ പർച്ചേസ് തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടത്. ഐറ്റം വന്നിട്ട് നമുക്ക് വിപ്രോ ആണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ വിപ്രോനെ സെലക്ട് ചെയ്തു. ഇവിടെ നമ്മൾ 5 നോസ് ആണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. അതവിടെ കൊടുക്കുക. എഗെയിൻസ്റ്റ് റെഫറൻസ് ആണ് കൊടുക്കേണ്ടത്, കാരണം അവരെ അമൗണ്ടിൽ നിന്ന് ഡിഡക്ഷൻ ആവണം. കൊടുത്ത് സേവ് ചെയ്യുക. ഇനി നെക്സ്റ്റ് നമ്മൾ സ്റ്റേഷനറി പർച്ചേസ് ചെയ്യുന്നുണ്ട്. പെറ്റി ക്യാഷ് ഉപയോഗിച്ച് ഒരു 1000 റുപ്പീസ് കൊണ്ട്. അപ്പോൾ നമ്മളത് ചെയ്യേണ്ടത് പേയ്മെൻറ്റിലാണ്. കൺഫ്യൂഷൻ ഉള്ളവർ കമൻറ്റ് ചെയ്യുക. അതായത് ഒന്നുമല്ല, നമ്മൾ സ്റ്റേഷനറി ഫിക്സഡ് അസറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസിന് വേണ്ടിയിട്ടായിരിക്കും മാക്സിമം അത് പർച്ചേസ് ചെയ്യുക. അങ്ങനെ നമ്മൾ യൂസിന് വേണ്ടി പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത് പേയ്മെൻറ്റിലാണ്. ഏതൊക്കെ സാധനങ്ങൾ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി പർച്ചേസ് ചെയ്യുന്നുണ്ടോ അത് മാത്രമാണ് നമ്മൾ പർച്ചേസ് വൗച്ചറിൽ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ഡെബിറ്റിൽ എന്ത് ചെയ്യുക, പർച്ചേസിനും കൊടുക്കാം, അല്ലെങ്കിൽ ഓഫീസ് സ്റ്റേഷനറി എന്നുള്ള ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ജസ്റ്റ് ഒരു എൻറ്ററും കൂടെ കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിവിടെ വരും, ഡെബിറ്റിലേക്ക് വരും. ഇവിടെ നമ്മൾ 1000 റുപ്പീസ് കൊടുക്കുക. പെറ്റി ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ പെറ്റി ക്യാഷ് നമ്മളവിടെ സെലക്ട് ചെയ്യുക. നമ്മൾ സേവ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ഡെപ്രിസിയേഷൻ ആണ് വരുന്നത്. ഓൾ ഫിക്സഡ് അസറ്റ് 10% എന്നാണ് പറയുന്നത്. അപ്പോൾ ഡെപ്രിസിയേഷൻ 10% എല്ലാ ഫിക്സഡ് അസറ്റിനും വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റിലെല്ലാം നമ്മൾ ജേണലിലാണ് ഡെപ്രിസിയേഷൻ ചെയ്യേണ്ടത്. ഡെപ്രിസിയേഷൻ എവിടെ വന്നാലും നമ്മൾ ജേണൽ വൗച്ചറിലാണ് ചെയ്യേണ്ടത്. ഇനി അഡ്ജസ്റ്റ്മെൻറ്റിൽ വന്നാലും ശരി, അല്ല ട്രാൻസാക്ഷനിൽ വന്നാലും ശരി, ഏതിൽ വന്നാലും നമ്മൾ ചെയ്യേണ്ടത് ജേണലിലാണ്. അപ്പോൾ Alt C യൂസ് ചെയ്തിട്ട് ഡെപ്രിസിയേഷനെ ക്രിയേറ്റ് ചെയ്യുക. ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെയാണ് അണ്ടർ. നമുക്ക് ടോട്ടൽ വാല്യൂ അറിയില്ല, നമ്മൾ ജസ്റ്റ് ഒരു വാല്യൂ അവിടെ കൊടുക്കുക, എൻ്റർ ചെയ്യുക. ഇനി നമുക്ക് വരുന്ന ഫിക്സഡ് അസറ്റ് ഫർണിച്ചർ വരുന്നുണ്ട്. അതായത് തേയ്മാനം സംഭവിക്കുന്നത് മാത്രം സെലക്ട് ചെയ്യുക. 2 lakh ആണ് ഫർണിച്ചറിൻ്റെ അമൗണ്ട്. അപ്പോൾ അതിന് 10% കണ്ടുപിടിക്കുക വളരെ എളുപ്പമാണ്. സീറോസ് വരുന്ന വാല്യൂസാണ്, ഒരു 0 കട്ട് ചെയ്താൽ മതി. അപ്പോൾ 20,000 ആണ് അതിൻ്റെ ഡെപ്രിസിയേഷൻ വാല്യൂ വരിക. നെക്സ്റ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി സെലക്ട് ചെയ്യുക. പ്ലാന്റ് ആൻഡ് മെഷീനറി 3 lakh ആണ്. അപ്പോൾ നമുക്ക് 30,000 വരും. പിന്നെ കമ്പ്യൂട്ടർ അസറ്റ് ഇതേപോലെ നമ്മൾ ചൂസ് ചെയ്യുക. അത് 75,000 ആണ്. അപ്പോൾ 7,500 വരും. അപ്പോൾ ടോട്ടൽ നമുക്ക് 57,500 ആണ് നമുക്ക് വരുന്ന ഡെപ്രിസിയേഷൻ വാല്യൂ. അത് നമ്മൾ ബാക്ക് സ്പേസ് കൊടുത്ത് ഇവിടെ 57,500 എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക. അതോടുകൂടി നമുക്ക് ഡെപ്രിസിയേഷൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഒരു റെൻറ്റ് 5,000 കൊടുത്തു. അപ്പോൾ നമ്മൾ അതും ചെയ്യേണ്ടത് പേയ്മെൻറ്റിലാണ്, കാരണം നമ്മൾ പേ ചെയ്തല്ലോ. അഡ്വാൻസ് പേയ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എല്ലാ മാസം 5-ാം തീയതിയാണ് റെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ മാസം നമ്മളിപ്പോൾ ഒരു 1-ാം തീയതി നമ്മൾ 5-ാം തീയതി ഇവിടെ സ്ഥലത്തുണ്ടാവില്ല എന്ന് കരുതി 1-ാം തീയതി തന്നെ നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇതൊരു അഡ്വാൻസ് പേയ്മെൻ്റ് ആണ്. ഇപ്പോൾ നമുക്ക് 2-ാം തീയതി 3-ാം തീയതി ഒക്കെ പോയിട്ട് വേണം അവരോട് തിരിച്ച് മേടിക്കാം. ഓക്കെ, കാരണം 5-ാം തീയതി ആയാലേ നമുക്കത് എക്സ്പെൻസ് ആവുള്ളൂ. അപ്പോൾ റെൻറ്റ് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. പിന്നെ അതേപോലെ ബൾക്കായിട്ട് ഒരു എമൗണ്ട് അഡ്വാൻസ് പേ ചെയ്യുന്നതും ഉണ്ടാവും. അതൊക്കെ നമുക്ക് റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചുള്ള കറണ്ട് അസറ്റാണ്. ഓക്കെ, എങ്ങനെ കറണ്ട് അസറ്റ് ആവുകയെന്ന് വെച്ചാൽ അവർ പറഞ്ഞ എക്സ്പെൻസ് വരെ നമുക്ക് അമൗണ്ട് തിരിച്ച് മേടിക്കാം. ആ എക്സ്പെൻസ് ആയിക്കഴിഞ്ഞാൽ, ആ എക്സ്പെൻസ് ഡേറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുവരെ നമുക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തൊരു എമൗണ്ട് പോലെയാണ്. അതുകൊണ്ടാണ് റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് കറണ്ട് അസറ്റിൽ നമ്മൾ ഉൾപ്പെടുത്താൻ കാരണം. എൻ്റർ ചെയ്യുക. റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് നമുക്ക് 5,000 ആണ് അതിൻ്റെ അമൗണ്ട് വരുന്നത്. ക്രെഡിറ്റിൽ നമ്മൾ ക്യാഷ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, ക്യാഷ് സെലക്ട് ചെയ്യുക. ഇനി ഡ്രോയിങ്സ് ഓഫ് പാർട്ട്നേഴ്സ്, അതായത് രവി ഡെന്നി, നമ്മളെ 2 പാർട്ട്നേഴ്സും അവർ
അവർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി 10,000 5,000 വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് പേയ്മെൻറ്റിലാണ്. പേയ്മെൻറ്റ് സാധാരണ നമ്മൾ ഡ്രോയിങ്സ് എങ്ങനെ ചെയ്യാറെന്ന് വെച്ചാൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ്. പക്ഷേ ഇവിടെ പാർട്ട്നേഴ്സിൻ്റെ പേര് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതന്നെ സെലക്ട് ചെയ്യുക. രവീസ് ക്യാപിറ്റൽ തന്നെ കൊടുക്കുക. അവിടെ നമ്മൾ 10,000 കൊടുക്കുക. ഇനി ഇത് ഡെബിറ്റ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ CR എന്നുള്ളിടത്ത് D എന്ന് കൊടുത്ത് എൻ്റർ ചെയ്താൽ മതി. അപ്പോൾ അത് ഡെബിറ്റ് ആവും. അവിടെ ഡെന്നി എന്നുള്ളത് കൊടുക്കുക. അത് നമുക്ക് 5,000 ആണ് വരുന്നത്. ഇതിനാണ് നമ്മൾ കോമ്പൗണ്ട് എൻട്രി എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ എൻട്രീസ് നമ്മൾ ഒന്നിൽ ചെയ്യുകയാണെങ്കിൽ കോമ്പൗണ്ട് എൻട്രിയാണ്. ഇപ്പോൾ ഡെപ്രിസിയേഷൻ നമ്മൾ ചെയ്ത ഒരു കോമ്പൗണ്ട് എൻട്രിയാണ്, ഇതൊരു കോമ്പൗണ്ട് എൻട്രിയാണ്. ഓക്കെ, ക്യാഷ് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി മാനുവൽ അക്കൗണ്ടിങ് ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാവും. ഇപ്പോൾ ക്യാഷ് ആയിട്ടാണ് അവർ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതവിടെ കൊടുക്കുക. ഓക്കെ, സപ്പോസ് ബാങ്കിൽ നിന്നാണ് അവർ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോൺട്രാ വൗച്ചറിൽ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ ചെയ്തതെല്ലാം ശരിയാണോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നെറ്റ് ലോസ് എമൗണ്ട് 62,000 ആണ് കിട്ടേണ്ടത്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പോവുക, നെറ്റ് ലോസ് നമുക്ക് 62,000 കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആൻസർ ശരിയാണ്. ഇനി ബാലൻസ് ഷീറ്റ് എമൗണ്ട് കാണാൻ വേണ്ടി ബാലൻസ് ഷീറ്റിലേക്ക് പോവുക. അവിടെ നമ്മൾ എൻ്റർ ചെയ്യുക. ബാലൻസ് ഷീറ്റ് എമൗണ്ട് 28,35,000. ഇതും നമുക്ക് ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ ഇതിന് മുമ്പേ ഞാൻ ചെയ്ത വീഡിയോസ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ എല്ലാ ചാപ്റ്ററുകളും കണ്ടതിന് ശേഷം മാത്രം നിങ്ങളിത് കാണുക. നിങ്ങളൊരു അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ അക്കൗണ്ട്സ് ക്ലർക്കോ അക്കൗണ്ട്സ് ജോബിലേക്ക് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഫീൽഡ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് ഇതിന് മുമ്പ് ചെയ്തതും ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ അങ്ങനെ ഓർഡർ വൈസ് കണ്ടു വരിക. എന്നാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാവുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾ വളരെയേറെ നല്ല സപ്പോർട്ടുകളാണ് എനിക്ക് തരുന്നത്. അപ്പോൾ തുടർന്നും എല്ലാവരുടെ സപ്പോർട്ടും പിന്തുണയും എനിക്ക് വേണം. എന്നാലേ എനിക്ക് തുടർന്ന് ചാനൽ വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു ഊർജ്ജം കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പ്രത്യേകമായി നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇങ്ങനെയുള്ള കോഴ്സോ അല്ലെങ്കിൽ ഇങ്ങനെ ഫീൽഡ് പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ക്യാഷോ നിങ്ങൾക്കിതിൽ പേ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കംപ്ലീറ്റ് ഫ്രീ ആണ്. നിങ്ങൾക്ക് മെറ്റീരിയൽസ് അടക്കമാണ് ഞാൻ തരുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഇനി തുടർന്ന് അടുത്തൊരു വീഡിയോ ആയി കണ്ടുമുട്ടുന്നവരെ എല്ലാവരോടും ബൈ.